വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചു. സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്ത് 32 പേർ. രക്ഷാപ്രവർത്തനം തുടരുന്നു. അപകട കാരണം ശക്തമായ കാറ്റും കടൽക്ഷോഭവുമെന്ന് നിഗമനം. കള്ളാടി ദുരന്തത്തിൽപ്പെട്ട ഹിമാചൽ പ്രദേശുകാരൻ ബിക്രം സിംഗ് റാണയെ ഇനിയും കണ്ടെത്താനായില്ല. സോൺ 2-ലും മീനാക്ഷിപ്പുഴയിലും വിപുലമായ തിരച്ചിൽ. ദുരന്തത്തിന് വഴിവെച്ച മണ്ണ് എങ്ങനെ നീക്കണമെന്നത് പഠിക്കാൻ വിദഗ്ധ സമിതി നിയോഗിച്ച സർക്കാർ. സമിതിയിൽ 3 അംഗങ്ങൾ. പിണറായി സർക്കാരിന്റെ കാലത്ത് കെ-ഡിസ്കിൽ വഴിവിട്ട നിയമനങ്ങൾ. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ മാറ്റിയത് ക്രമവിരുദ്ധമായി. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ലക്ഷങ്ങൾ ശമ്പളം. മുഖ്യമന്ത്രി ചെയർമാനും ധനകാര്യമന്ത്രി വൈസ് ചെയർമാനുമായ സ്ഥാപനത്തിൽ ആണ് വഴിവിട്ട നിയമനങ്ങൾ. ചട്ടവിരുദ്ധ നിയമനത്തിന്റെ രേഖകൾ ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മേൽശാന്തി നിയമന അഭിമുഖത്തിൽ നിന്ന് കണ്ഠരര് രാജീവരെ ഒഴിവാക്കിയേക്കും. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ രാജീവരെ ഉൾപ്പെടുത്തുന്നതിൽ ഹൈക്കോടതിയുടെ അഭിപ്രായം തേടും. സ്പെഷ്യൽ കമ്മീഷണർ മുഖേന കോടതിയെ സമീപിക്കാൻ ധാരണ. സ്ഥലം ഏറ്റെടുത്ത് പണം കൊടുത്തിട്ടും കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങിയിടത്ത് തന്നെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. ഏറ്റെടുത്ത സ്ഥലങ്ങളിലും വീടുകളിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെന്നും ആക്ഷേപം. ദേശീയപാത അതോറിറ്റിയിൽ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ ന്യൂസ് 18നോട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 66-കാരിയെ സ്വർണത്തിനായി തീയിട്ട് കൊന്നു കുഴിച്ചുമൂടി. കൊലപാതകം സ്വർണ്ണ മൂക്കുത്തിക്ക് വേണ്ടി. കൊല്ലപ്പെട്ടത് 1 മാസം മുമ്പ് കാണാതായ സരസമ്മാൾ. പ്രതികൾ സമീപവാസികളായ യുവാക്കൾ. ഒരാൾ അറസ്റ്റിൽ, രണ്ടാമൻ 17 വയസ്സുകാരൻ. അനസ്തേഷ്യയിലെ പിഴവ് മൂലം 1.5 വയസ്സുകാരൻ മരിച്ചതിൽ നടപടിയുമായി സർക്കാർ. DMO അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി. പോലീസിലും പരാതി നൽകും. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്ന് ബന്ധുക്കൾ. മലപ്പുറത്ത് 5-ാം ക്ലാസ്സുകാരിയോട് അധ്യാപകന്റെ കൊടും ക്രൂരത. ഹോംവർക്ക് ചെയ്യാത്തതിന് കൈ തല്ലിയൊടിച്ചു. ഒടിഞ്ഞ കൈകൊണ്ട് ബോർഡിൽ എഴുതിച്ചു. മർദ്ദിച്ചത് കൽപ്പകഞ്ചേരി കല്ലിങ്കൽപറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ബൽരാജ്. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടും നടപടിയെടുക്കാതെ മാനേജ്മെന്റ്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും. പമ്പിംഗ് വീണ്ടും തുടങ്ങിയെങ്കിലും ടാങ്കുകളിൽ വെള്ളം നിറഞ്ഞില്ല. പ്രതിസന്ധിക്ക് കാരണം അരുവിക്കരയിലെ വൈദ്യുതി തകരാർ. രാവിലെ പമ്പിംഗ് തടസ്സപ്പെട്ടത് 2.5 മണിക്കൂർ. ലോകകപ്പിലെ 3-ാം ക്വാർട്ടറിൽ ഇന്ന് ഇംഗ്ലണ്ടും നോർവേയും ഏറ്റുമുട്ടും. ബെൽജിയത്തെ 1-2 ഗോളുകൾക്ക് കീഴടക്കി സ്പെയിൻ സെമിയിൽ. സൂപ്പർ സബ്ബായി മിക്കേൽ മെറീനോ.